തൃശൂർ ചാവക്കാട് അമൃത വിദ്യാലയം ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്വാതന്ത്ര്യദിന വാരാചരണത്തിന്റെ ഭാഗമായി ദേശാഭിമാന സെമിനാർ നടന്നു. 24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. സർവീസിലിരിക്കെ പാരാഗ്ലൈഡിംഗ് പരിശീലനത്തിനിടെ മരണപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി വിപിൻ ദേവിനെ വിദ്യാർത്ഥികൾ ആദരമർപ്പിച്ചു. തൃശൂർ വടക്കാഞ്ചേരിയിൽ രാജീവ് ഗാന്ധിയുടെ 80ാം ജന്മദിനം ആചരിച്ചു. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ DCC ജനറൽ സെക്രട്ടറി ഷാഹിദ റഹ്മാൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. DCC ജനറൽ സെക്രട്ടറി ജിജോ കുര്യൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. മണിമലയാറ്റിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ പാലാ സ്വദേശിയുടെ മൃതദേഹം കണ്ടെത്തി. ചിറക്കടവ് പഴയിടം കോസ്വേക്ക് സമീപം ഫയർഫോഴ്സും ടീം എമർജൻസിയും നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തൃശൂർ കോർപ്പറേഷന്റെ കർഷക അവാർഡ് കരസ്ഥമാക്കിയ റിൻഡോ ആന്റണിയെ ആദരിച്ചു. ആം ആദ്മി പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പൊന്നാട അണിയിച്ചാണ് ആദരിച്ചത്. തിരുവനന്തപുരം നെടുമങ്ങാട് ഓട്ടോ ഡ്രൈവറെ മർദ്ദിച്ച കേസിൽ പ്രതികൾ പിടിയിൽ. അജിത്ത്, നൌഫൽ, സച്ചിൻ എന്നിവരാണ് പിടിയിലായത്. അഴീക്കോട് സ്വദേശി മുനീറിനാണ് മർദ്ദനമേറ്റത്. മർദ്ദനത്തിന് പിന്നിൽ മുൻ വൈരാഗ്യമെന്ന് പോലീസ്. തൃശൂർ കണ്ടശാങ്കടവിൽ നിന്ന് ഓൾ ഇന്ത്യ പര്യടനം കാറിൽ പൂർത്തിയാക്കിയെത്തിയ മോർണിംഗ് ഹെൽത്ത് ക്ലബ് മെമ്പർ ബൈജു ചിറയത്തിന് ക്ലബിന്റെ ആദരം. ക്ലബ് പ്രസിഡന്റ് ലിബിൻസൺ തോണത്ത് ഉപഹാരം നൽകി ആദരിച്ചു. തൃശൂർ അഴീക്കോട് നിരോധിത പെലാജിക് വല ഉപയോഗിച്ച് അനധികൃത മീൻ പിടിച്ച ബോട്ട് പിടിച്ചെടുത്തു. ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് കോസ്റ്റൽ പോലീസ് സംഘമാണ് ബോട്ട് പിടിച്ചെടുത്തത്. ബോട്ടിന് 2 ലക്ഷം രൂപ പിഴ ചുമത്തി. എറണാകുളം പള്ളിപ്പുറം സ്വദേശി ഡിക്സന്റെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് എന്ന ബോട്ടാണ് പിടിച്ചെടുത്തത്. മലപ്പുറം മാറാക്കരയിൽ റെഡ് സ്റ്റാർ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ഹോം കെയറിന്റെ നേതൃത്വത്തിൽ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിക്കാൻ ഒരുങ്ങി ഭാരവാഹികൾ. 2ാമതൊരു ഹോം കെയർ യൂണിറ്റ് ആരംഭിക്കുന്നതിനും പകൽ വീട് പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നതിനുമായാണ് ബിരിയാണി ചലഞ്ച്. കോട്ടയം ചങ്ങനാശ്ശേരി അതിരൂപത ചാൾസ് ഫാത്തിമാപുരം സോഷ്യൽ സർവീസ് ട്രസ്റ്റിന്റെ വാർഷികവും പൊതുസമ്മേളനവും പള്ളി ഓഡിറ്റോറിയത്തിൽ നടന്നു. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഫാത്തിമാപുരം പള്ളി വികാരി റവറന്റ് ഡോക്ടർ സേവ്യർ J. പുത്തൻകളം അധ്യക്ഷത വഹിച്ചു.